ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ? ഒരു ജോലിക്കും പോകില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എവിടെയെങ്കിലും പോയാൽ തന്നെ ഭയങ്കര ഉഴപ്പാ. ആത്മാർത്ഥമായിട്ട് ഒന്നും ചെയ്യൂല. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഉറപ്പുള്ള ഒരെണ്ണത്തിന് ഇന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കള്ളക്കളി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. നമ്മുടെ ആ കാറ് ഞാൻ ആ ട്രാവൽസിൽ ഏർപ്പാടാക്കി കൊടുത്തു. ലോങ് ട്രിപ്പൊക്കെ പോകേണ്ടി വരും. ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. അതാകുമ്പോൾ ഉഴപ്പാൻ പറ്റില്ലല്ലോ. സ്റ്റിയറിങ് പിടിക്കേണ്ടടുത്തും ബ്രേക്കിൻ്റെ അടുത്തും ചെയ്തല്ലേ പറ്റൂ. ദേ അച്ഛാ, ആ വന്നു. നിങ്ങളൊരു വണ്ടിയോട്ടം പോയതല്ലേ മനുഷ്യ? അതെ, ക്ലച്ച് ചവിട്ടുമ്പോ ഇടത്തെ കാലിനൊരു പെയിൻ. പിന്നെ ഈ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വരുമ്പോഴേ ഈ ഇടത്തെ മുട്ടിന്റെ ഒരു ഫ്ലൂയിഡ് കുറയുന്ന പോലെ ചിരട്ടെല്ലാം കൂടെ തേഞ്ഞു പോകും കേട്ടാ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എന്താണെങ്കിലും ഈ മൊബൈലിൽ കുത്തിക്കുറിച്ചോണ്ടിരിക്കുക എപ്പോഴും. വല്ല റീലോ സ്റ്റോറിയോ എന്തെങ്കിലും എടുത്തിട. കുറെ കഴിയുമ്പോ കുറെ കാശെങ്കിലും കിട്ടും. സംഭവം കൊള്ളാം, പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരില്ല. ആ, ചെയ്യേണ്ടി വരും. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ മൊബൈലിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന നീ വായിച്ചിട്ടില്ലേ കണ്ണൊക്കെ അടിച്ചു പോകുന്നത്? അല്ല, എന്റെ കണ്ണടിച്ചു പോയാലും തെറ്റും, മുട്ട് തേഞ്ഞാലെന്ത്? എനക്കൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? അതെ, ഞാൻ ഒരു കാര്യം പറയാം. നീ സാധാരണ എന്താ പറയാറ്? പുരുഷന്മാർക്ക് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല, അവർ വീട്ടിലിരിക്കേണ്ടവരാണ് എന്നൊക്കെയല്ലേ? എന്നാലേ നമുക്കിടയിൽ അതിനൊരു മാറ്റം വേണ്ടേ? നീ പണിക്ക് പോകുന്നുണ്ടല്ലോ. ഉണ്ട്. വീട്ടിലിരുന്ന് എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് ഈ പുരുഷന്മാരായാലും അവർക്ക് കാണിച്ചു. തെറികൾ കേട്ട വീട്ടിൽ നിന്നുണർന്നു വന്ന രോദനം, 100 നുണകൾ കൊണ്ട് ഫുഡടിച്ചു പോകവേ, മാറ്റുവിൻ സഖാക്കളെ പഴയ ഓഞ്ഞ ജീവിതം, ആയിരങ്ങൾ പണിയെടുത്ത കഥകൾ ഇന്നു തീരണം.